സോ ഗൈസ്, ഇന്നത്തെ ഈവനിങ് വ്ളോഗ് നമുക്ക് ആദ്യം തന്നെ എംറോന് പാല് കാച്ചി കൊടുക്കണം. അപ്പം അതിൽ നിന്ന് തുടങ്ങാം. പിന്നെ നമുക്ക് ചായ ഇടണം. ഇതാണ് ഈവനിങ് ഉള്ള ഡേ ഇൻ മൈ ലൈഫിലെ ഫസ്റ്റ് ചെയ്യുന്ന കാര്യം എന്ന് പറയുന്നത്. എംറോന് സ്നാക്സ് കൊടുക്കണം. അപ്പൊ എംറുദാ വെയിറ്റ് ചെയ്തിരിപ്പുണ്ടേ. ഓ, എംറു എവിടെ? എംറു എംറു ഇവിടെ ഉണ്ടല്ലോ. ഇപ്പൊ ഉറക്കം എഴുന്നേറ്റതേ ഉള്ളൂ എംറു. അപ്പോ നമുക്ക് കിച്ചണിൽ പോയി കിച്ചണിലെ പരിപാടികളൊക്കെ കഴിഞ്ഞിട്ട് വരാം. ഓക്കെ. ഇപ്പോൾ ഡെയിലി ഈവനിങ് എംറുവിന് പാല് കാച്ചി കൊടുക്കാറുണ്ട്. അപ്പം നമ്മൾ മേടിക്കുന്നത് ബലദനയുടെ ഈ ബ്ലൂ കളർ ബോട്ടിലാണ്. ഫുൾ ഫാറ്റാണ്. പിന്നെ റെഡ് ഉണ്ട്, പിങ്ക് ഉണ്ട്, അങ്ങനെ പല നിറത്തിലുണ്ട്. നമ്മൾ ബ്ലൂവേ മേടിക്കാറുള്ളൂ. അല്ല, റെഡും ഇടയ്ക്ക് മേടിക്കാറുണ്ട് ബ്ലൂ കിട്ടിയില്ലെങ്കിൽ. കാരണം ഇതിൽ ഫുൾ ഫാറ്റ് ആയത് കാരണം കുറച്ച് ദിവസം ഈ പാല് വെച്ചിരിക്കാമല്ലോ. നല്ല കട്ടിയാണ്. അപ്പോൾ കുറച്ചെടുത്തിട്ട് വെള്ളമൊക്കെ ഒഴിച്ച് നമുക്ക് നിറയെ വെള്ളം ഒഴിച്ച് ഉപയോഗിക്കാൻ പറ്റും. പിന്നെ എന്ത് പറയാൻ, ഇങ്ങനെ ഈവനിങ് ഒരു 5 മണിയൊക്കെ അല്ലെങ്കിൽ 4-4:30 ആകുമ്പോൾ ഇതുപോലെ ഇങ്ങനെ പാല് കാച്ചി ചായ ഇടും. പിന്നെ എന്താണ്, ഇവൻ എന്തെങ്കിലും സ്നാക്സ് ഉണ്ടെങ്കിൽ ഉണ്ടാക്കി കൊടുക്കും. ഇതൊക്കെ തന്നെയാണ് പരിപാടി. അപ്പോൾ ഈ ഏലക്ക എന്ന് പറയുന്നത് നമ്മൾ മൂന്നാറിൽ പോയപ്പോൾ അവിടെ നിന്ന് മേടിച്ചതാണ്. അവിടെ ഒരു സ്പൈസ് ഗാർഡനിൽ പോയിരുന്നു. അപ്പോൾ അവിടുത്തെ ഫ്രഷ് കാർഡമമാണ്. നല്ല അടിപൊളി മണമൊക്കെ ഉള്ള മണവും ഗുണവും ഒക്കെ കാണും. അപ്പോൾ ഈ കാർഡമം കണ്ടപ്പോഴാണ് എനിക്ക് ഓർമ്മ വന്നത്. മൂന്നാറിലെ വ്ളോഗ് ആരെങ്കിലും കണ്ടിട്ടില്ലെങ്കിൽ അത് പോയി കാണണേ. ഞാൻ നോക്കട്ടെ, എൻ്റെ സ്ക്രീനിൽ കൊടുത്തേക്കാം. അപ്പോൾ മൂന്നാറിലെ വ്ളോഗ് നിങ്ങൾക്ക് കാണാമല്ലോ. എംറുദ ഇവിടെ നല്ല ഹാപ്പിയാണ്. അപ്പം ഞാനവിടെ പാല് കാച്ചി ഗ്യാസിൽ പാല് തിളയ്ക്കാൻ വേണ്ടി വെച്ചിട്ടുണ്ട്. ആ ഗ്യാപ്പിൽ ഇവിടെ വന്ന് AC ഉണക്കാം. കാരണം നമ്മുടെ ഗൾഫ് ജീവിതമുള്ളവർക്കറിയാം, ഇവിടെ ഫാൻ ഇല്ല. മിക്ക വീട്ടിലും ഫാൻ കാണാറില്ല. അപ്പോൾ ചൂടാറാനൊക്കെ ഭയങ്കര പാടാണ്. അതുകൊണ്ട് നമുക്ക് AC ഇട്ട് തൽക്കാലം അഡ്ജസ്റ്റ് ചെയ്യാം. അപ്പോൾ ആദ്യം തന്നെ മേശയിൽ ചൂടോടെ കൊണ്ട് വെക്കാൻ പറ്റൂലല്ലോ. അതുകൊണ്ടാണ് അതിനെന്ത് പേരാണ് പറയുന്നത്, എന്തോ പേര് മറന്നുപോയി. എന്തെങ്കിലും ആവട്ടെ, സാധനം എന്ന് പറയാം. സാധനം നമുക്കവിടെ വയ്ക്കാം. അപ്പോൾ അത് കഴിഞ്ഞ് നേരെ കിച്ചണിലോട്ട് വന്ന് വേഗം പാല് അരിച്ച് ഇനി കൊണ്ടുവയ്ക്കുന്നുണ്ട്. ചൂടോടെയാണ് കൊണ്ടുവയ്ക്കുന്നത്. അപ്പം ഇതിപ്പോൾ ഇവനുള്ള പാല് മാറ്റിയിട്ട് നമുക്ക് ബാക്കിയിൽ ചായ ഇട്ട് എടുക്കാം. എനിക്കും റീക്കാക്കും ഉള്ള. അപ്പോൾ ചായ അവിടെ റെഡി ആവട്ടെ. ചായയും അതാ തിളച്ച് മെറിയുന്നുണ്ട്. അപ്പോൾ എന്നെപ്പോലെ ഇതുപോലെ ഒറ്റയ്ക്ക് വീട്ടിലിരുന്ന് കുഞ്ഞുങ്ങളെയൊക്കെ നോക്കി ഇരിക്കുന്നവരാരൊക്കെ ഉണ്ട്? അവരുടെയൊക്കെ ജീവിതം എങ്ങനെ പോകുന്നുണ്ട്? നല്ല ബോറടിയാണോ? എനിക്കിപ്പോൾ വന്നൊന്ന് ഭയങ്കര ബോറടിയാണ്. എന്താണെന്ന് അറിയണൂടാ. എല്ലാവരും വീട്ടിലുണ്ടായിരുന്നല്ലേ, ഉമ്മായും വാപ്പായും പിന്നെ ഇൻലോസൊക്കെ ഉണ്ടായിരുന്നപ്പം അങ്ങനെ സമയം പോലെ ഒരു 5 മാസം എല്ലാവരെയും കൂടെയൊക്കെ ഇരുന്നോണ്ടേ ഇപ്പം എന്താണ്, ഫീലിംഗ് എലോൺ എന്ന് വേണമെങ്കിൽ പറയാം. അങ്ങനെയാണ് ഫീൽ ചെയ്യുന്നത്. അപ്പോൾ നിങ്ങളുടെയൊക്കെ വീട്ടിൽ ആരെങ്കിലുമൊക്കെ ഉണ്ടോ, ഹെൽപ്പിനും കാര്യങ്ങൾക്കും ഉണ്ടോ ഇല്ലേ എന്നൊക്കെ കമൻറ്റ് ചെയ്യണേ. നിങ്ങളുടെ ജീവിതമൊക്കെ എങ്ങനെ പോകുന്നുണ്ടെന്ന് നമുക്കറിയാമല്ലോ. മദർഹുഡ്. അപ്പോൾ ഗൈസ്, നല്ല ചൂട് പാലാണ്. ഞാനാണെങ്കിൽ വീഡിയോയും കൂടെ എടുക്കണോണ്ടാണ് ഇങ്ങനെ എടുത്തുകൊണ്ട് പോണത്. ഭാഗ്യം തറയിലൊന്നും വീണില്ല, ഇല്ലെങ്കിൽ എൻ്റെ കൈയൊക്കെ പൊള്ളിപ്പോയനെ. അപ്പോൾ പാൽ അവിടെ ഇരുന്ന് ആറട്ടെ. ആ ഗ്യാപ്പിൽ ഇന്നത്തെ നമുക്ക് സ്നാക്ക് റെഡിയാക്കാം. അങ്ങനെ റെഡിയാക്കാൻ ഒന്നുമില്ല. ഇന്ന് ഞാൻ അവന് പഴമാണ് കൊടുക്കുന്നത്. അപ്പോൾ പഴം ഉണ്ടായിരുന്നു. ഇത് നിങ്ങൾ കാണുമ്പോൾ പച്ചപ്പഴം, ഈ പഴമാണോ കൊടുക്കുന്നതെന്ന് വിചാരിക്കും. അല്ല, ഇതിൻ്റെ അടിയിൽ ഞാനിപ്പോൾ തിരിച്ച് കാണിച്ചു തരാം. പഴുത്ത പഴമുണ്ട്. അപ്പോൾ എംറു അവിടെ വെയിറ്റ് ചെയ്തിരിക്കുകയാണ്. ഈ സമയമൊക്കെ ആകുമ്പോൾ അവനറിയാം എന്തെങ്കിലുമൊക്കെ കൊടുക്കുമെന്ന്. അതുകൊണ്ട് എന്തെങ്കിലുമൊക്കെ കിട്ടാൻ വേണ്ടിയിട്ട് ഇതാ കരയുന്നുണ്ടോ, പഴം കണ്ട ഉടനെ കൊടുക്കാൻ വേണ്ടിയിട്ടാണ് കരയുന്നത്. കാത്തിരിപ്പുണ്ടായിരുന്നു. അപ്പോൾ എംറുവിന് കുറച്ചല്ല 2 പഴം അവൻ കഴിക്കുക. അപ്പോൾ 2 പഴം നമുക്ക് കൊടുക്കാം. എംറോ പഴമൊക്കെ കഴിക്കുന്നത്. അങ്ങനെ ഇവൻ പഴം കഴിച്ച് കഴിഞ്ഞാലുടൻ അടുത്ത് നമുക്ക് പാല് കൊടുക്കണം. അപ്പോൾ പാലിൻ്റെ ബോട്ടിൽ ഞാൻ ഒളിച്ചാണ് കൊണ്ട് മേശയിൽ വെക്കുന്നത്. കാരണം ബോട്ടിൽ കണ്ട അപ്പോൾ അവന് തിളയ്ക്ക് പാല് വേണം. വെപ്രാളമാണെന്ന് പറയാം, പാല് കണ്ട ഉടനെ കുടിക്കാൻ വേണ്ടിയിട്ട്. അതുകൊണ്ട് ഞാൻ ഒളിച്ച് കൊണ്ടാണ് പോകുന്നത്. ആദ്യം കഴിക്കട്ടെ, അപ്പോഴത്തേക്കും പാൽ അവിടെ ചൂടാറുമല്ലോ. അതിന് ശേഷം അവന് പാല് കൊടുക്കണം. അങ്ങനെ പാല് കൊണ്ട് കൊടുത്തപ്പോൾ ആൾ ഹാപ്പിയായി പാല് കുടിക്കുന്നു. അപ്പോൾ ഇപ്പോൾ അവന് സ്വന്തമായിട്ട് ഈ പാൽ ബോട്ടിൽ പിടിച്ച് കുടിക്കാൻ അറിഞ്ഞൂടാ. അത് ഞാൻ ട്രെയിൻ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ആൾ അവിടെ നിന്ന് പാല് കുടിക്കട്ടെ. ഇനി ഞാൻ പോയി ചായ കുടിക്കട്ടെ. സോ ഗൈസ്, എംറുവിന് പാല് കൊടുത്തിട്ടുണ്ട്. ഞാൻ ചായ കുടിക്കാൻ പോവുകയാണ്. റീക്ക ഇതുവരെ വന്നിട്ടില്ല. റീക്ക ഇപ്പോൾ 5 മണി ആയുള്ളൂ. 5:30 ആവും വരുമ്പോൾ. ലേറ്റ് ആവും. സോ വന്നിട്ട് ഒന്ന് പുറത്ത് പോകണം. വീട്ടിലിരുന്ന് എനിക്കും എംറുവിനും ബോറടിക്കണം. അപ്പോൾ ഒന്ന് പുറത്ത് പോകണം. ഇപ്പൊ ഞാൻ നിങ്ങൾക്ക് വീട് കാണിച്ചു തരാം എങ്ങനെ കിടക്കുന്നതെന്ന്. ഇന്ന് ഞാൻ ഫുള്ള് നീറ്റാക്കി ഇട്ടിട്ടുണ്ട്. പിന്നെ 2 ദിവസം മുന്നേ റീക്ക ഒന്ന് വാക്യൂം ഇട്ട് തന്നിട്ടുണ്ടായിരുന്നു. അപ്പോഴും എല്ലാ ടോയ്സ് ഒക്കെ എടുത്ത് ഒതുക്കി വെച്ചതാണ്. എന്നാലും അത് ഇന്നലെ ആയപ്പോൾ വീണ്ടും ഇന്നായപ്പോൾ ഫുള്ള് ഇങ്ങനെ എംറു പരത്തി ഇട്ടിരുന്ന്. അപ്പൊ ഇന്ന് ഞാൻ ഉച്ചയ്ക്ക് ഇവ ഉറങ്ങിയ ഗ്യാപ്പിൽ സമയം കിട്ടി. അപ്പൊ ഞാൻ എന്തെന്ന് വെച്ചാൽ ഈ ടോയ്സ് ഒക്കെ ഒന്ന് ഒതുക്കി വെച്ച് വീട് ക്ലീൻ ആക്കി വെച്ചിട്ടുണ്ട്. ഇനി കുറച്ച് കഴിയുമ്പോൾ നിങ്ങളൊന്ന് നോക്കണം ഈ വീടിന്റെ അവസ്ഥ എന്താണെന്ന്. ഒറ്റ ശ്വാസത്തിൽ പറഞ്ഞല്ലേ ഞാൻ എല്ലാം. കുറച്ച് ചായ കുടിക്കാം.
ദാ ഇതിപ്പോൾ ഞാൻ തന്നെയാണ് ഈ കവർ അങ്ങോട്ട് നീക്കി വെച്ചത്. കുറച്ച് കഴിയുമ്പോൾ ഈ വീടിൻ്റെ അവസ്ഥ പറയാം, അല്ല കാണിച്ചു തരാം, പറയുന്നില്ല, ഞാൻ കാണിച്ചു തരാം. വെളിച്ചം ഇല്ലല്ലേ, ലൈറ്റ് ഇടാം. എന്താ ലൈറ്റ് വന്നാ? അങ്ങനെ ഞാൻ ചായയും എമ്മറും പാലും ഒക്കെ കുടിച്ചുകൊണ്ടിരിക്കുന്ന ഗ്യാപ്പിൽ റീക്ക വന്നിട്ടുണ്ട്. എനിക്ക് ക്ലോക്ക് കാണാം, സമയം 5:10 കഴിഞ്ഞിട്ടുണ്ട്. ആ സമയം ഇന്ന് നേരത്തെ വന്നിട്ടുണ്ട്. സാധാരണ 5:30ക്കാണ് വരുന്നത്, അപ്പോൾ ഇന്ന് ഒരു 20 മിനിറ്റ് നേരത്തെ വന്നിട്ടുണ്ട്. അപ്പോൾ റീക്ക വന്നതിന് സന്തോഷമാണ് കാണുന്നത്. അപ്പോൾ അതൊക്കെ കഴിഞ്ഞ് ഞാനിതാ ജനലിൻ്റെ വെളിയിൽ വന്ന് നോക്കിയപ്പം നല്ല അടിപൊളി വ്യൂ ആണ്. സൂര്യൻ അതാ അസ്തമിച്ചുകൊണ്ടേയിരിക്കുന്നു. ഞാൻ കുറച്ച് മുമ്പ് നിങ്ങൾക്ക് ഒരു അതിമനോഹരമായ നീറ്റ് ആൻഡ് ക്ലീൻ ആയിട്ടുള്ളൊരു വീട് കാണിച്ചു തന്നിരുന്നു, ഓർമ്മയുണ്ടോ? ആ വീടിൻ്റെ അവസ്ഥയാണ് നിങ്ങളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഗൈസ്, നമ്മളിപ്പോൾ പുറത്ത് പോകാൻ വേണ്ടി പോവുകയാണ്. വെറുതെ അങ്ങനെ പ്രത്യേകിച്ച് ഒട്ടോ ഇല്ല, എവിടെയാണ് പോണേന്നൊന്നും തീരുമാനിച്ചിട്ടില്ല. എവിടെയെങ്കിലൊക്കെ പോകണം. കുറേ നേരം വീട്ടിലിരിക്കുന്നതല്ലേ, രാത്രി ഇടയ്ക്കെങ്കിലും പുറത്തിറങ്ങണ്ടേ. എവിടെയാണ് പോണതെന്ന് അവിടെ പോയതിന് ശേഷം ഞാൻ കാണിച്ചു തരാം, കാരണം എനിക്ക് തന്നെ അറിഞ്ഞൂടാ. ഓക്കെ, അപ്പോൾ എവിടെയാണെന്ന് നമുക്ക് അവിടെ പോയിട്ട് കാണാം. അപ്പോൾ നമ്മളിപ്പോൾ പോകുന്ന ലൊക്കേഷൻ എങ്ങോട്ടാണെന്ന് ഞാൻ പറഞ്ഞു തരാം. അതിന് മുന്നേ ഈ എമ്രു ഇങ്ങനെ കണ്ണ് മിഴിച്ച് നോക്കുന്നത് വേറൊന്നുമല്ല, സഫാരി എത്തിയോ എന്നാണ് അവൻ നോക്കുന്നത്. ഇതിന് മുന്നേ വ്ളോഗ് കണ്ടവർക്ക് അറിയാം, സഫാരി അവൻ്റെ ഫേവറേറ്റ് ഹൈപ്പർ മാർക്കറ്റാണ്. വേറൊന്നുമല്ല, അവിടെ പോകണമെന്നല്ല, അതിൻ്റെ ലൈറ്റ്സ് നോക്കാൻ വേണ്ടിയിട്ട്. സന്തോഷം കണ്ടാ മുഖത്ത്. അപ്പം ഞാനാണെങ്കിൽ 2-3 ദിവസമായി റീക്കാടെ പറയുന്നത് നമുക്ക് ബ്രോസ്റ്റഡ് കഴിക്കാൻ പോകണമെന്ന്. അപ്പോൾ ഇന്ന് വന്നപ്പോഴും ഞാൻ ഇങ്ങനെ റീക്കാടെ പറഞ്ഞു, ഇന്ന് എനിക്ക് ബ്രോസ്റ്റഡ് മേടിച്ചു തരുമോ എന്ന് ചോദിച്ചപ്പോൾ ഓ എന്നൊക്കെ പറഞ്ഞു. അപ്പോൾ ഞാൻ പ്രതീക്ഷിച്ചില്ല ഇന്ന് അവിടെയാണ് പോണേന്ന്. വാ പുറത്തു വന്നും പറഞ്ഞ് അങ്ങ് ഇറങ്ങിയതാണ്. അപ്പം നമ്മളിപ്പോൾ പോകുന്നത് മെക്ഡിയിലോട്ടാണേ. അവിടെ ഒരു പാർക്കും കൂടെ ഉണ്ട്. അപ്പോൾ ഇന്നത്തെ ഡിന്നർ മെക്ഡിയാണ്, അവിടുത്തെ ബ്രോസ്റ്റഡാണ്. അവൻ്റെ വിഷമം കണ്ടില്ലേ, സഫാരി കഴിഞ്ഞു പോയെന്നാണ് വിഷമം. സഫാരി വീണ്ടും എത്തും, ഞാൻ പറഞ്ഞ് തിരിച്ച് വരുമ്പോൾ നിനക്കിനി സഫാരി കാണിച്ചു തരാമെന്ന്. അപ്പോൾ ഇവിടെ ഈ ഒരു പാർക്ക് മെഗ്ഡി കാണാൻ നല്ല രസമാണ്. എന്ന് വെച്ചാൽ ഇവിടെ ഒരു അൽബൈത്ത് സ്റ്റേഡിയം ഉണ്ട്, പിന്നെ ഒരു പാർക്ക്, പിന്നെ ഒരു മെഗ്ഡി ഉണ്ട്. ഈ മെഗ്ഡി എന്ന് പറയുന്ന സ്റ്റേഡിയത്തിൻ്റെ അതേ രൂപത്തിൽ തന്നെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ ഒരു വലിയ സ്റ്റേഡിയവും ഒരു കുട്ടി സ്റ്റേഡിയം എന്നും പറയാം നമുക്ക്. നല്ല രസമാണ് അങ്ങനെ കാണാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇന്നിപ്പോൾ പാർക്കിൽ വന്ന് ആദ്യം കുറച്ച് നേരം ഇവനൊന്ന് ഫ്രീ ആ വിടണം. അപ്പോൾ ഇവന് കളിക്കാൻ വേണ്ടിയിട്ട്. എമ്രുവിൻ്റെ സന്തോഷം നിങ്ങൾ കണ്ടോ എങ്ങനെയാണെന്നുള്ളത്? ഈ ഫ്രീ ആയിട്ട് ഇങ്ങനെ തുറന്ന് വിടുമ്പോൾ എമ്രുവിൻ്റെ സന്തോഷം നോക്കി. അവിടെ ഇതാണ് നിൽക്കാം മണ്ണ്. പാവം കേട്ടോ, രാവിലോട്ട് വൈകിട്ട് വരെ എൻ്റെ മുഖം മാത്രം കണ്ട് വീട്ടിൽ ഇരിക്കുന്നതല്ലേ, ഇതിൻ്റെ അകത്ത് തന്നെ ഇരിക്കുന്നത്. കാരണം പുറത്ത് ഇങ്ങനെ വിടുമ്പോൾ ഭയങ്കര ഓട്ടമാണ്, കുടുകുടൂന്നും പറഞ്ഞ് ഓടിപ്പോകും. നിങ്ങൾ കണ്ട സന്തോഷം കണ്ടില്ലേ? നമ്മൾ പുറകിൽ നിന്ന് വരണുണ്ടോ, അവനെ പിടിക്കാൻ വരുന്നുണ്ടോ എന്നാണ് അവൻ തിരിഞ്ഞ് നോക്കുന്നത്. നമ്മളെ കാണുമ്പോൾ ചിരിക്കും, എന്നിട്ട് വീണ്ടും ഓടുവേ. നല്ല രസമുണ്ട്, കുടുകുടൂന്ന് ഓടണ കണ്ടില്ലേ? അപ്പോൾ ഇവിടെ ഒരു അരമണിക്കൂർ വീണിട്ടുണ്ട്. കുഴപ്പമില്ല, വീണാലും അവന് പ്രശ്നമൊന്നുമില്ല. വീട്ടിലാണെങ്കിൽ വീണ പിന്നെ അങ്ങോട്ട് ചുണ്ടിങ്ങനെ ഒരുമാതിരി ഇങ്ങനെ വെച്ചിട്ട് വിഷമം കാണിക്കേ. പുറത്ത് കൊണ്ടുപോയി വീണപ്പം കണ്ടില്ലേ, എനിക്ക് ഒന്നും പറ്റിയില്ല, ഞാൻ തനിയെ എഴുന്നേറ്റ് പൊക്കോളാമെന്ന് പറഞ്ഞ് സ്വയം അങ്ങ് എഴുന്നേറ്റ് ഓടയാണ് വീണ്ടും. പുറത്തായതുകൊണ്ടാണ് അങ്ങനെ, ഇല്ലെങ്കിൽ ഇപ്പോൾ ഓടി വന്നേനെ. അപ്പം നമ്മളും ഇപ്പോൾ ഇവൻ്റെ കൂടെ ഇങ്ങനെ പുറകെ കടന്ന് ഓടയാണ്. ഞാൻ റീക്കായും കൂടെ രണ്ടുപേരും. ഞാൻ വീട്ടിൽ വെറുതെ ഇരിക്കണമില്ലേ, കുറച്ചൊന്ന് വാക്കിംഗ് ആവട്ടെ എന്ന് വിചാരിച്ചു. പാവ റീക്കാണെങ്കിൽ പിന്നെ ജോലിയൊക്കെ കഴിഞ്ഞ് വന്ന് ടയേർഡായിട്ടാണ് നിൽക്കുന്നത്. പിടിച്ചോണ്ട് പോകേണ്ടി വന്ന വേറെ ഒന്നുമല്ല, അവിടെ റോഡും കൂടെ ഉണ്ട്. കാരണം ഈ മെഗ്ഡിയിൽ മേടിക്കാൻ പറഞ്ഞു പാഴ്സൽ വീട്ടിൽ മേടിച്ചുകൊണ്ട് പോകാൻ വരുന്നവർക്ക് അവിടെ ഒരു വഴിയുണ്ട്. അപ്പോൾ അവിടെ കാറൊക്കെ കൊണ്ടുവരും, നിർത്തും. ഇവനാണെങ്കിൽ ആ റോഡിലോട്ടൊക്കെ ഇറങ്ങുന്നുണ്ട്, അതുകൊണ്ടാണ് പിടിച്ചിങ്ങോട്ട് കൊണ്ടുവന്നത്. ഇവിടെ ഇങ്ങനെ നല്ല രസമുണ്ട്, കളർഫുള്ളായിട്ട് ഇങ്ങനെ കമ്പിങ്ങനെ വെച്ചിട്ടുണ്ട്. അത് നോക്കിയാണ് അത് എന്താണ് സംഭവം എന്നാണ് എമ്രുവിന് മനസ്സിലാവുന്നത്. ഇത് എന്തോ സംഭവം എന്നും പറഞ്ഞ് ഭയങ്കര എക്സൈറ്റ്മെൻറ്റോടെ നോക്കിയാണ്. കുറച്ച് നേരം പൂച്ചയുടെ പുറകെ പോയിട്ടുണ്ടായിരുന്നു. പിന്നെ അതൊക്കെ കഴിഞ്ഞ് ഒരു അരമണിക്കൂർ നിർത്താതെ ഓടിയിട്ടുണ്ട്. അപ്പം നമ്മളും നല്ല എക്സസൈസ് ആയിട്ടുണ്ട്. എമ്രുവിൻ്റെ കൂടെ ഓടി തളർന്ന് ഇതാ മെഗ്ഡിയിൽ എത്തിയിട്ടുണ്ട്. അപ്പോൾ ഇന്നത്തെ ഡിന്നർ പരിപാടിയൊക്കെ കഴിഞ്ഞ് വീട്ടിൽ പോയി സുഖമായിട്ടങ്ങ് കിടന്ന് ഉറങ്ങിയാൽ മതിയല്ലോ, പണിയില്ലല്ലോ. അപ്പോൾ ഇവിടെ വരുമ്പോൾ എപ്പോഴും സ്പൈസി ക്രിസ്പി ചിക്കനാണ് ഓർഡർ ചെയ്യുന്നത്. നോർമൽ എനിക്ക് അത്ര ഇഷ്ടമല്ല. അപ്പം എന്ത് പറയാൻ, നമ്മുടെ എന്തോന്ന് പറയാൻ, വല്ലാത്ത
ചതിയായിപ്പോയി. നമ്മളിവിടെ വന്നപ്പോൾ സ്പൈസി ഇല്ല, നോർമലി, അതായത് സ്പൈസി 2 ഉള്ളൂ, നോർമലാണ് ബാക്കിയുള്ളതെന്നൊക്കെ പറഞ്ഞ് പിന്നെ തൽക്കാലം കിട്ടിയത് കൊണ്ട് അഡ്ജസ്റ്റ് ചെയ്തു. എനിക്കാണെങ്കിൽ അത്ര ഇഷ്ടമല്ലാത്തതാണ് നോർമൽ. പക്ഷേ ഇവിടുത്തെ മെഗ്ഡി നല്ല ടേസ്റ്റാണ്. ചിക്കൻ ഭയങ്കര ടേസ്റ്റാണ്, സ്പൈസിയൊക്കെ ഭയങ്കര ടേസ്റ്റാണ് ചൂടോടെ കഴിക്കാൻ വേണ്ടിയിട്ട്. എമ്രുവിന് കുറച്ച് ഫ്രഞ്ച് ഫ്രൈസ് ആദ്യം 2 കൊടുത്ത്, പിന്നെ ഞാൻ കൊടുത്തില്ല, കാരണം ഗ്യാസ് കയറി ഇനിയിപ്പോൾ രാത്രി ഉറങ്ങാതിരിക്കും. ചിക്കൻ കുറച്ച് ഇങ്ങനെ വെച്ച് കൊടുത്തായിരുന്നു. അപ്പോൾ ഇവിടെ നിന്ന് ഡിന്നറൊക്കെ കഴിച്ചേ. എപ്പോൾ ഇവിടെ വന്നാലും നമ്മളിങ്ങനെ മെഗ്ഡി വാങ്ങാറുണ്ട്. അങ്ങനെ എപ്പോഴും വരാറില്ല, വല്ലപ്പോഴാണ് പറഞ്ഞത്. എപ്പോഴും വാങ്ങിച്ച് തിന്ന് വെറുതെ അടിച്ചു പോകണ്ടല്ലോ. ഇതുപോലെ കൊതി വരുമ്പോൾ വന്ന് മേടിക്കാറുണ്ട്. മുമ്പ് ഞാൻ എപ്പോഴും KFC ആണ്, റീക്ക KFC കഴിക്കാൻ പോകണമെന്ന് പറഞ്ഞാണ് പോണത്. ഇപ്പോൾ റീക്കാക്ക് മെഗ്ഡിയാണ്. KFC ഒന്നും അങ്ങനെ റീക്ക കഴിക്കൂല. മെഗ്ഡി പക്ഷേ കഴിച്ചപ്പോൾ റീക്കാക്ക് നല്ല ഇഷ്ടപ്പെട്ടു, അത് ഇവിടുത്തെ മെഗ്ഡി. അപ്പോൾ പിന്നെ മെഗ്ഡി റോസ്റ്റഡ് എന്ന് പറയുമ്പോൾ റീക്കായും വരും, കൊണ്ടുപോവുകയും ചെയ്യും. അപ്പോൾ ഇപ്പോൾ മെഗ്ഡിയാണ് കഴിക്കുന്നത്. കഴിഞ്ഞ തവണ ഉമ്മ വാപ്പയൊക്കെ ഉണ്ടായിരുന്നപ്പോൾ ഇതുപോലെ മെഗ്ഡി അല്ല, എപ്പോഴും മെഗ്ഡി കഴിക്കുന്നതുകൊണ്ട് ഞാൻ KFC കഴിക്കാൻ പോവാം, KFC വാങ്ങിച്ചാന്നും പറഞ്ഞ് നമ്മൾ അൽക്കോർ മാളിൽ പോയപ്പോഴത്തേക്ക് അവർ പറഞ്ഞു ഇവിടെ ചിക്കൻ വന്നിട്ടില്ല, അതുകൊണ്ട് KFC നമുക്ക്, പിന്നെ KFC ഉണ്ട് വേറെയും, അവിടെ പോയില്ല. അപ്പോൾ റീക്കോൻ എന്നാൽ പിന്നെ മെഗ്ഡിയിലോട്ട് പോകാമെന്നും പറഞ്ഞ് കഴിഞ്ഞ തവണ മെഗ്ഡി അല്ലാണ് വന്നത്. ഇപ്പോൾ ഇവിടുത്തെ KFC തിന്നിട്ട് ഒരുപാട് നാളായെന്ന് തോന്നുന്നു. ഉമ്മായും വാപ്പായും ഖത്തറിൽ വന്ന സമയത്ത് അവരെ കൂടെ കൊണ്ടുപോയി അൽക്കോർ മാളിൽ നിന്ന് ഞാൻ കഴിച്ചായിരുന്നു. ഗൈസ്, ഇനി നമ്മൾ വീട്ടിലോട്ട് പോവുകയാണ്. മെഗ്ഡിയൊക്കെ കഴിച്ചിട്ടുണ്ട്. അപ്പോൾ ഡിന്നറൊക്കെ കഴിഞ്ഞു. എംബ്രുദ ഇവിടെ ഭയങ്കര ബിസിയാണ്. അപ്പം നിങ്ങൾക്ക് ഈ ഒരു കുട്ടി ഈവനിങ് ഡേ ഇൻ മൈ ലൈഫ് ഇഷ്ടപ്പെട്ട എല്ലാവരും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം, അതുപോലെ തന്നെ ലൈക്ക് ചെയ്യാനും മറക്കണ്ട. റീക്കാണെങ്കിൽ എമ്രുവിൻ്റെ ബോട്ടിൽ എടുക്കാൻ വേണ്ടി തിരിച്ചു പോയിട്ടുണ്ട്. ഞാനാണെങ്കിൽ ബോട്ടിൽ മറന്ന് വെച്ചിട്ട് വന്നു. കഴിച്ചു കഴിഞ്ഞ് പെട്ടെന്ന് ഇവനെ എടുത്ത് ഫോണും എടുത്ത് ബോട്ടിലെടുക്കാൻ മറന്നുപോയി. അപ്പോൾ റീക്ക അങ്ങനെ ബോട്ടിലെടുക്കാൻ പോയിരിക്കണം. അപ്പോൾ ഇനി നമുക്ക് പുതിയൊരു വ്ളോഗിൽ കാണാം. ടാറ്റാ ബൈ ബൈ, ടേക്ക് കെയർ. ടാറ്റ പറ, ടാറ്റ 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 പറ, ടാറ്റ ടാറ്റ.